ഗൂഗിൾ മാപ്പ് സുരക്ഷിതമോ എന്നത് വലിയ ഒരു ചോദ്യമാണ്. എങ്ങനെ ഉപയോഗിക്കണം, അമളി പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ചോദിക്കാം. അതിഥിയായി യൂട്യൂബറും ട്രാവൽ ആൻഡ് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമായ ബൈജു എൻ നായർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ശ്രീ ബൈജു എൻ നായർ. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള പല പല വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഈ പറഞ്ഞ ഇന്ന് സംഭവിച്ച കാര്യം കുളത്തിൽ വീണില്ലെന്നേ ഉള്ളൂ. ഒരാഴ്ച മുമ്പ് എനിക്ക് ബാംഗ്ലൂർ വെച്ച് സംഭവിച്ചതാണ്. അതായത് ഒരു റോഡിന്റെ ഡെഡ് എൻഡിൽ കൊണ്ടുപോയി എന്നെ നിർത്തി ഗൂഗിൾ മാപ്പ്. അന്ന് രാത്രിയിൽ പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ശരിക്കുള്ള റോഡ് കണ്ടുപിടിച്ച് പോയത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ഇപ്പൊ എന്റെ കാര്യത്തിൽ പോലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും സംഭവിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും പൂർണ്ണമായിട്ടും ഒരു സാങ്കേതിക വിദ്യ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ. എന്തായാലും ഒരു കുളത്തിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമ്മള് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, ഗൂഗിൾ മാപ്പാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ പോലും മുന്നിൽ എന്താ എന്നുള്ളത് നോക്കേണ്ടത് ഒരു മനുഷ്യന്റെ കടമയാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഏത് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാലും പൂർണ്ണമായും നമ്മളുടെ ശ്രദ്ധയും കൂടെ അതിലുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് പലർക്കും സംഭവിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ശ്രീ ബൈജു എൻ നായർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡെഡ് എൻഡിൽ കൊണ്ടുപോയി നമ്മളെ എത്തി നിർത്തുന്ന അങ്ങനത്തെ അനുഭവം പലയിടങ്ങളിൽ പോകുമ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവായിരിക്കും. അപ്പോൾ എന്നോട്, ഞാനാണല്ലോ അടുത്തിരിക്കുന്നത്, അപ്പോൾ ഈ മാപ്പ് ഇട്ട് ഇന്ന സ്ഥലം എന്ന് പറയും. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴേക്കും മിക്കവാറും തെറ്റിപ്പോകും. ഞങ്ങൾ തമ്മിൽ അന്നേരം ഒരു ഛകടായിലേക്ക് പോവുകയും ചെയ്യും, കാറിലിരുന്ന് തന്നെ. പലപ്പോഴും ഈ അൺനോൺ റോഡ്സ് വഴിയൊക്കെ ഇത് എളുപ്പമാണ്, ഇതുവഴി പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് വഴി തെറ്റിക്കുന്നത്, അദ്ദേഹത്തിന് കുഴപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, രസകരമായ അനുഭവങ്ങളും ഒക്കെ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് ജീവിച്ചു വന്ന ആളെന്നുള്ള നിലയ്ക്ക്, അതുപോലെ കൊച്ചിയിൽ നിന്നും ലണ്ടൻ വരെയും ഗൂഗിൾ മാപ്പ് ഇല്ലാതെ സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്കുമൊക്കെ ഇത് സത്യം പറഞ്ഞാൽ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ജീവിതം ഈസി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. എന്റെ കാര്യത്തിൽ ഇപ്പൊ പലതവണ എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ വന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആള് തന്നെയാണ്. അദ്ദേഹം വളരെ പാനിക്കായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം, ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഓടി അവിടെ ചെന്നപ്പോ ആള് ഡ്രൈവിംഗ് പഠിച്ചിട്ട് അധികം കാലം ആയിട്ടില്ല. അപ്പൊ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കോട്ടയത്ത് എസ് മൗണ്ടിന് അടുത്തൊരു സ്ഥലത്ത് ഒരു റോഡിലേക്ക് കയറിയിട്ട് ആ റോഡ് മുന്നോട്ട് പോകും തോറും അതിന് ആരോ ആയി. അങ്ങനെ വണ്ടി മൊത്തത്തിൽ സ്റ്റക്കായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് നിൽക്കുകയാണ്. ആകെ പാനിക്കായിട്ട് ആള്. അതായത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഒരു മാരുതി 800 കയറി നിൽക്കുകയാണ് അങ്ങനെ ടൈറ്റ് ആയിട്ട്. അന്ന് പിന്നെ ഞാൻ അദ്ദേഹമായി പേടിച്ചു. ഒന്നാമത് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ ഞാൻ ബാക്കില് ബൂട്ട് തുറന്ന് അതുവഴി ഞാൻ അകത്ത് കയറിയിട്ട് ഡ്രൈവർ സീറ്റിൽ കയറി അദ്ദേഹത്തെ മാറ്റി ഇരുത്തിയൊക്കെയാണ് ഒരു തരത്തിൽ എടുത്തു കൊടുത്തത്. സൈഡ് മുഴുവൻ ഒരഞ്ഞുപോയി. അന്ന് തൊട്ടേ എനിക്കിങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും ഇത് അത്ര ശരിയായ കാര്യമല്ല നമ്മൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ചില രാജ്യങ്ങളിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ UK അടുത്ത കാലത്ത് പോയിട്ട് വണ്ടി റെന്റിന് എടുത്തൊക്കെ ഓടിച്ചപ്പോൾ അവിടെ എല്ലാം വളരെ പക്കയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ റോഡുകളുടെ ഒരു അവസ്ഥ കൂടി ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. എപ്പോഴും നമ്മൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, റോഡ് കുഴിച്ചിടുന്നു. ഇതൊന്നും ഒരിക്കലും ഈ ഗൂഗിൾ മാപ്പിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കാം നമ്മുടെ ഒരു നാടിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ശ്രീ ബൈജു, പലപ്പോഴും കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ഗൂഗിൾ ചേച്ചി പറ്റിച്ചു, അല്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ എത്തിയേനെ, താമസിച്ചൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ പറ്റിക്കൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അതായത് ഇട റോഡുകൾ, ഈ അൺനോൺ റോഡ്സ് അല്ലെങ്കിൽ സർവീസ് റോഡ്സ്, അങ്ങനെയുള്ള ഇട റോഡുകളും ഈ ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് എത്താൻ വേണ്ടി. പക്ഷേ അതുവഴി പോകുമ്പോഴായിരിക്കും വഴിയിൽ പെട്ടെന്ന് തടസ്സം. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അങ്ങനെയുള്ള വഴികൾ, വിജനമായ വഴികൾ, അതൊക്കെ ഒഴിവാക്കി മെയിൻ റോഡിലൂടെ പോകുന്നത് തന്നെയല്ലേ സേഫ്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോ കൊള്ളാവുന്ന ഒരു സിറ്റിയിലും മറ്റും വളരെ മോശമായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞ റോഡിലൂടെ ഗൂഗിൾ മാപ്പ് നമ്മളെ വഴി കാണിക്കുമ്പോൾ ഞാൻ ആ വഴി എടുക്കാറില്ല. ഞാൻ എങ്ങനെയാലും യൂട്ടേൺ എടുത്ത് മറ്റു വഴി കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു അപകടത്തിലേക്കാണ് പോകുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം ഒന്നും ഇല്ല കേട്ടോ, ഏത് കാലത്തായാലും നമ്മുടെ തൊട്ട് മുന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വണ്ടിയുടെ വിൻഷീൽഡിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു പ്രശ്നമുള്ള വഴിയാണോ എന്ന് തോന്നിയാൽ അവിടെ തന്നെ വണ്ടി നിർത്തുക, യൂട്ടേൺ എടുത്ത് തിരിച്ചു പോരുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് കേരളത്തിലെ ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്നെയല്ല, ഇടവഴികളിലൊന്നും നമുക്ക് ലൈറ്റുകളും ഒന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് എങ്ങനെയാണ് ഈ തോട്ടിലൊക്കെ ചെന്ന് വീഴുന്നത്, അല്ലെങ്കിൽ കുളത്തിലൊക്കെ ചെന്ന് വീഴുന്നത് എന്നുള്ളത്. അത്ര പോലും നമ്മൾ പൂർണ്ണമായിട്ടും ടെക്നോളജിയെ ആശ്രയിച്ച് പോയി എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീ ബൈജു എൻ നായർ. താങ്കൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. എപ്പോഴും ഈ യാത്രക്കാരനായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ യാത്രയെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ പ്രേക്ഷകർ കേട്ടുള്ളത്. താങ്ക് യു ഫോർ ജോയിനിങ് us. താങ്ക് യു. അപ്പോൾ കേട്ടില്ലേ, ഗൂഗിൾ മാപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, വഴിയും കൂടിയൊക്കെ നോക്കണം. വഴിയിലൊക്കെ ഈ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടാകും, ഇതുവഴി പോകരുത്, അപകട സാധ്യത. അതുപോലെ തന്നെ സൈൻ ബോർഡ്സ് നോക്കണം, എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള. ഇതൊക്കെ ഞാനും ഇപ്പോഴാണ് നോക്കി പഠിച്ചത്. കുറേ വഴക്കൊക്കെ കേട്ട് പഠിച്ചതാണ് സാർ. തിരികെ